കൂടെ അങ്ങേ ആത്മാവോടും കൂടെ വിശുദ്ധമത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്ഷാരബുധൻ നമ്മൾ കൊണ്ടാടുകയാണ്. അമേരിക്കയിലൊക്കെ ചില കൗണ്ടിയുണ്ട്, ഡ്രൈ കൗണ്ടി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ കൗണ്ടിയിൽ മദ്യം കിട്ടത്തില്ല, അതിങ്ങനെ നിരോധിച്ചിരിക്കുന്ന. ഏതാണ്ട് ഇതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഡ്രൈ ഡേയ്സ്, ഈ ലെൻഡ് സീസൺ എന്ന് പറയുമ്പോൾ മദ്യമില്ലാതെ ഒരുപക്ഷെ രുചികരമായ ഭക്ഷണങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വർജിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഡ്രൈ സീസണായിട്ട് വേണേൽ കാണാൻ പറ്റും. ലെൻഡ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അറിയോ? വസന്തകാലം എന്നാണ്. വസന്തകാലം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിവിശിഷ്ടമായ ഒരു കാലയളവ് ദൈവം നമുക്ക് നൽകുകയാണ്. നമ്മൾ പ്രാർത്ഥനയിൽ വളരാൻ, അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ, മറ്റുള്ളവരുമായിട്ട് ഒരകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ രമ്യതപ്പെട്ട് അങ്ങനെ നമ്മുടെ ആത്മീയത പുഷ്ടിപ്പെടുത്താനുള്ള ഒരു കാലമായിട്ട് നമുക്ക് ഈ കാലയളവിനെ കാണാൻ പറ്റണം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യം, ഇനിയെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും കണ്ണീരോടും കൂടെ എൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക. ഇനിയെങ്കിലും, ഇതുവരെ ചെയ്യാതിരുന്നെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യുക. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ദൈവം അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം തരും. നമ്മൾ കാണുന്നുണ്ട്, ജെറമിയ 3-ാം അധ്യായം 12-ഉം 22-ഉം വായിച്ചാൽ, നിനക്ക് തെറ്റുപറ്റിയെങ്കിലും തിരിച്ചു വരിക, ഞാൻ നിന്നോട് നിത്യമായി കോപിക്കില്ല. നീ തിരിച്ചു വന്നാൽ നിന്റെ പാപം മൂലം നിനക്ക് നഷ്ടപ്പെട്ടതും ഞാൻ തിരികെ തരും. അതാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ 2-ാം വായനയാണേലും യേശുവിലൂടെ പിതാവായ ദൈവവുമായിട്ട് രമ്യതപ്പെടാനുള്ള ഒരു കാലയളവ്. ഈ ഒരു കാര്യത്തിന് നമ്മൾ തയ്യാറാകാതെ, നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം, നാട്ടിലുള്ളവരായിരിക്കാം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് നമ്മൾ ദൂരെ അകറ്റിയ വ്യക്തികളായിരിക്കാം, അവരുമായിട്ട് രമ്യതപ്പെടാതെ നമ്മൾ എത്ര വലിയ കുരിശ് ഈ ദിവസം നെറ്റിയെ വരച്ച് നടന്നെന്ന് പറഞ്ഞാലും വലിയ ഫലം ഉണ്ടാവണമെന്നില്ല. ദൈവം അത് സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയം കീറണം. ഹൃദയം കീറാൻ നമുക്ക് പറ്റണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ അനുതാപത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. ആ അനുതാപത്തോടെ ദൈവവുമായിട്ടും നമ്മുടെ സഹോദരങ്ങളുമായിട്ടും രമ്യതപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വായനകളും നമ്മളെ ഓർമ്മിപ്പിക്കുക. നമുക്കിനി വരും ദിവസങ്ങളിലൊക്കെ
പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ദാനധർമ്മത്തെക്കുറിച്ചും ചിന്തിക്കുക മാത്രമല്ല, സംസാരിക്കുക മാത്രമല്ല, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. 2 കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, നമുക്കറിയാമല്ലോ, യേശുവിൻ്റെ ജനനം, മരണം, അതുപോലെ തന്നെ ഉത്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ വർഷവും ഓർമ്മിക്കാറുണ്ട്. കർത്താവിൻ്റെ പീഡാസഹനം, കുരിശുമരണം, അതുപോലെ തന്നെ ഉത്ഥാനം, അതിനെ അനുസ്മരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരംഭം കുറിക്കുന്ന ഒരു ദിവസമാണ് ക്ഷാരബുധൻ എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തയുള്ളവരായി മാറണം. നമ്മളേതായാലും ഒരിക്കൽ മരിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയും ഒരു നാൾ മരിക്കണം. വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ മരണം ഭാഗ്യപ്പെട്ട മരണമാണെങ്കിൽ മരണാനന്തര ജീവിതം ഭാഗ്യപ്പെട്ടതായിരിക്കും. അതിന് നമ്മൾ നന്നായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം, ദൈവത്തെ അനുസരിച്ചും ദൈവകൃപയിലും ജീവിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം നമുക്കറിയാമല്ലോ, ചാരമാണ് നമ്മുടെ നെറ്റിയെ പൂശുന്നത്, പൊട്ടൂത്തുമല്ല, അതല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വിലപിടിപ്പുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ചാരം, ആ ചാരം നമ്മൾ പൂശുന്നത് നമ്മൾ എളിമപ്പെടുന്നതിൻ്റെ ഒരടയാളമാണ്. മാത്രമല്ല ഇതൊരു മുദ്ര. മിക്കവാറും പേരൊക്കെ ഇത് നെറ്റിയിൽ ധരിച്ചുകൊണ്ട് എവിടെ പോയാലും അതുമായിട്ട് പോകുന്നത് കാണാൻ പറ്റും. ശരിക്കും ദൈവം ഒരു മുദ്ര നമ്മുടെ മേൽ കുത്തുകയാണ്. അനുദപിച്ച് രക്ഷയുടെ ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ അതിലൂടെ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. എസെക്കിയേൽ 9-ാം അധ്യായം 4-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു മുദ്രയിടാൻ ദൈവം ആവശ്യപ്പെട്ടത്. ആരുടെ മേലാന്ന് പറഞ്ഞിട്ടുണ്ട്? ഈ ദേശത്ത് നടമാടുന്ന ദുരാചാരങ്ങൾ, പാപങ്ങൾ, അതെല്ലാം കണ്ടിട്ട് കണ്ണീരോടെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ടാവും. അവരുടെ നെറ്റിയിൽ അടയാളമിടുക, അവരെ തൊട്ടുപോകരുത്. അവരുടെ ആ അടയാളം കണ്ടു കഴിഞ്ഞാൽ സംഹാരദൂതൻ അവരെ വിട്ടുപോകണം. നമ്മൾ പുറപ്പാട് 12-ൽ കാണുന്നുണ്ട്, ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ടു. ഒരു അടയാളം കണ്ടപ്പോൾ സംഹാരദൂതൻ ആ ഭവനത്തെ വിട്ടുപോയി. ഇതുപോലെ നമ്മൾ കർത്താവ് നമ്മെ മുദ്ര ചെയ്ത് സ്വന്തമാക്കാൻ നമ്മൾ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ ഈ പോത്തിനെയും മറ്റു മൃഗങ്ങളെയൊക്കെ കൊണ്ടുവരുന്ന ഒരു ചാപ്പ കുത്തും എന്ന് പറഞ്ഞാൽ എൻ്റേതാണെന്ന് അറിയാൻ വേണ്ടി അതിനനുസരിച്ചുള്ള ചില അടയാളങ്ങൾ കർത്താവ് ഇന്ന് നമ്മളെ മുദ്ര കുത്തി സ്വന്തമാക്കുന്ന ഒരു ദിവസമായിട്ട് നമ്മൾ കണ്ട് അതനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രത്യേകം ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം.